തിരുവനന്തപുരം കേരള സംസ്ഥാനത്തിൻ്റെ സിരാകേന്ദ്രം. പ്രകൃതി വൈവിധ്യം കൊണ്ട് സമ്പന്നമായ നഗരം. ചെറുകുന്നുകളാലും താഴ്വരകളാലും കടൽ തീരങ്ങളാലും പുഴകളാലും സമ്പന്നമായ തലസ്ഥാന നഗരം. ജാതിമത രാഷ്ട്രഭാഷാ വേർതിരിവുകളില്ലാതെ സകലരെയും ഉൾക്കൊള്ളുന്ന നഗരം. ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേന്ദ്രം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ച സ്ഥലം തിരുവനന്തപുരം. ഈ മനോഹര നഗരത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ ഭിത്തികളാൽ നിർമ്മിക്കപ്പെട്ട 115 വർഷങ്ങളുടെ ചരിത്രം പറയുന്ന അതിമനോഹരമായ ഒരു ദേവാലയം. പാങ്ങോട് പള്ളി എന്ന് വിളിക്കപ്പെടുന്ന കാർമൽ ഹിൽ ആശ്രമ ദേവാലയം. പല മഹാരഥന്മാരായ സന്യസ്തരുടെയും മധുരസ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ആശ്രമവും ആശ്രമ ദേവാലയവും ഇന്ന് അനന്തപുരിക്ക് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ വിശ്വാസികൾക്കും ആത്മീയ ഉണർവ് നൽകിപ്പോരുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മികവും പ്രേഷിതാത്മകവുമായിട്ടുള്ള ജീവിതത്തിന് ഒട്ടേറെ നിർണായക സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു സന്യാസ സമൂഹമാണ് നിഷ്പാദക കർമ്മലീത്ത ഒന്നാം സഭ. അതിൻ്റെ ചുരുക്കപ്പേര് OCD എന്നാണ്. ലത്തീനിലത് ഓർഡർ ഓഫ് ദ ഡിസ്കാൽസ്ഡ് കാർമലൈറ്റ്സ് എന്ന് പറയും. ഡിസ്കാൽസ്ഡ് എന്ന് പറഞ്ഞാൽ നിഷ്പാദുകർ. ഈ സഭ നവീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെയും തപസ്സിൻ്റെയും ഭാഗമായിട്ട് എടുത്ത കാര്യങ്ങളാണ് നിഷ്പാദകത്വവും സസ്യ ഭോജന ശൈലിയുമില്ല. തിരുവനന്തപുരത്ത് 1901 ഇവിടെ പാങ്ങോട് വഴുതക്കാട് ഒരു ആശ്രമം സ്ഥാപിക്കാനായിട്ട് ഭൂസ്വത്ത് വാങ്ങിക്കുകയും അവിടെ താൽക്കാലികമായിട്ടൊരു ഭവനം 1902 നിർമ്മിക്കുകയും സ്ഥിരമായിട്ടുള്ളൊരു ആശ്രമത്തിന് 1903 ശിലാസ്ഥാപനം നടത്തുകയും 1906 അത് ആശീർവദിച്ച് പ്രതിഷ്ഠിച്ച് അവിടെ ജീവിതം തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം ഇന്ന് പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ ദൈവാലയം, അതും 1903 ശിലാസ്ഥാപനം നടത്തി 1910 ആശീർവദിച്ചു. ഈ ആശ്രമം എന്ന് പറയുന്നത് ഒരു സെമിനാരിയാണ്. പ്രത്യേകിച്ച് കർമ്മലീത്ത നിഷ്പാദക സഭയിലേക്ക് ഏകദേശീയരെ സ്വീകരിക്കാൻ ഉള്ള ലക്ഷ്യത്തോടുകൂടെ തുടങ്ങിയതാണ്. ഈ കർമ്മലസഭയുടെ സിദ്ധി എന്ന് പറയുന്നത് ധ്യാനാത്മക ജീവിതവും പ്രേഷിത പ്രവർത്തനവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. തിരുവനന്തപുരം ഭൂവൈവിധ്യം കൊണ്ടുതന്നെ സകലരെയും ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിൽ ഒരു ഭവനമുണ്ട്. നാനാജാതി മതസ്ഥരെ അതിർവരമ്പുകളില്ലാതെ ദൈവകരുണയാൽ ചേർത്തു പിടിക്കുന്ന ഭവനം. ജീവിതങ്ങളെ കാർന്നു തിന്നുന്ന ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമപ്പെട്ടവരെ ചേർത്തുപിടിച്ച് സാന്ത്വനമേകുന്ന ഇടം. തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്കായി വരുന്നവർക്ക് താമസിക്കാൻ ഒരിടം. ഈ ഭവനത്തിലെ സംവിധാനങ്ങളെല്ലാം അർഹതപ്പെട്ടവർക്ക് കർമ്മലീത്ത സഭ തികച്ചും സൗജന്യമായാണ് നൽകിപ്പോരുന്നത്.
കർമ്മലീത്ത സഭയുടെ മലബാർ പ്രവിശ്യയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. എളിമയുടെ, ലാളിത്യത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ മുഖമുള്ള ജോസഫ് അച്ഛൻ. അഞ്ചിലധികം ബിരുദാനന്തര ബിരുദങ്ങളുള്ള അച്ഛൻ ഇന്ന് മരണം മുന്നിൽ കണ്ടു കഴിയുന്നവർക്ക് ആശ്വാസമായി, കാരുണ്യമായി, ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഓടിയെത്തുന്നു. ഇന്ന് നമ്മുടെ കൂടെ നിഷ്പാതുക കർമ്മലീത്ത സഭാംഗവും ബെൻസിഗർ ഹോമിന്റെ ഡയറക്ടറുമായ ഫാദർ ജോസഫ് ചക്കാലക്കുടി അച്ഛനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അച്ഛന് ശാലോം ടിയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുഭശേഖർ സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും പിന്നെ ഈ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ അനുഭവങ്ങളെക്കുറിച്ചും ഞങ്ങളോട് പങ്കുവെക്കാമോ? എൻ്റെ പേര് ഫാദർ ജോസഫ് ചക്കാലക്കുടി OCD, കർമ്മലീത്ത നിഷ്പാതുക സഭയിലെ മലബാർ പ്രവിശ്യയിലെ അംഗമാണ്. എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 15 വർഷം തികയുന്നു. ഈ വർഷമാകുമ്പോൾ 15 വർഷം തികയുന്നു. ഒരു സന്യാസ വൈദികനായതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സഭയുടെ നിഷ്പാതുക കർമ്മലീത്ത സഭയിലെ ഒരു അംഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ നാളിതുവരെയുള്ള യാത്രയിൽ ചെറുപ്പകാലമാണല്ലോ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും ഓർമ്മ നിലയ്ക്കാത്ത ഓർമ്മയായിട്ട് നമ്മുടെ ഉള്ളിലുള്ളത്. അതൊക്കെ ഒരു പരിധിവരെ വലിയൊരു ഇൻസ്പിറേഷനാണ്. നമ്മുടെ വൈദിക യാത്രയിൽ നമ്മെ സഹായിക്കുന്ന ആദ്യകാലത്തെ ചില ഇൻസ്പിറേഷൻസ്. പഠനം ഞാൻ ചെമ്മണ്ണാർ, ഇടുക്കിയിലുള്ള ചെമ്മണ്ണാർ സ്കൂളിലാണ് 10th വരെ പഠിച്ചത്. വീട്ടിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ചെമ്മണ്ണാർ സ്കൂളിൽ പോകാൻ. അന്ന് ബസ്സോ അങ്ങനെയുള്ള ഒന്നുമില്ല, നടപ്പാണ്. 2.5 hours എടുക്കും. 2.5 മണിക്കൂർ എടുത്താൽ മാത്രമേ നമ്മൾ അത് കാടിനോടോ പള്ളയോടോ ഒന്നും സംസാരിച്ച് നിൽക്കരുത്. നല്ല സ്പീഡിൽ നടന്നാൽ 2.5 മണിക്കൂർ ടു വൺ സൈഡ്. അപ്പൊ ടു ആൻഡ് ഫ്രോ നമുക്കൊരു ഇത്ര സമയം എടുത്താണ് നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടപ്പാണ്. നടക്കുക എന്നുള്ളത്, നടന്നു പോയി അവിടെ പോവാ, തിരിച്ചു വരിക. അപ്പൊ പഠനങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ ഒരു വലിയ ഓർമ്മയാണ്. അപ്പൊ അന്ന് ഞങ്ങളുടെ ആ നാട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നവരെല്ലാം നല്ല സ്പോർട്സ്മാനാണ് എല്ലാവരും. ഞാൻ സ്റ്റേറ്റിൽ വരെ വന്നിട്ടുണ്ട്, സ്പോർട്സിൽ വന്നിട്ടുണ്ട്. 100-200 മീറ്റർ, 4x100 മീറ്റർ റിലേ, ഈവൻ ലോങ് ജമ്പ്, ഖോഖോ, ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ. അപ്പം അധികാരികൾ അന്നുണ്ടായിരുന്ന ഹെഡ് മിസ്ട്രസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒന്നും അച്ഛനായി വേറൊരു ട്രാക്കിൽ വരുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും സ്പോർട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പഠിച്ച് അങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം വേറൊരു പന്ഥാവിൽ യാത്ര ചെയ്യാൻ നമ്മളെ അനുവദിച്ചു. അങ്ങനെ സന്യാസ ജീവിതത്തിൽ സെമിനാരിയിൽ വരാൻ പറ്റി. സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നവരും ബഹുമാനപ്പെട്ട അച്ഛന്മാരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ യാത്ര, അതോടൊപ്പം തന്നെ കുടുംബത്തിലാണെങ്കിലും വളരെ പോസിറ്റീവ്. എൻ്റെ മാതാപിതാക്കളും എൻ്റെ കൂടപ്പിറപ്പുകളും എന്നോട് വളരെ പോസിറ്റീവ്. ചേട്ടാ അച്ഛനെ അയക്കും എന്നുള്ള ആ ഒരു വലിയ എനർജിയാണല്ലോ. പിന്നെ അവരുടെയൊക്കെ പ്രാർത്ഥന, നമ്മളെ വിചാരിക്കും നമ്മുടെ ഒരു പരിശ്രമത്തിൻ്റെ നേട്ടങ്ങളല്ല ഇത്, മറിച്ച് അവരുടെ പ്രാർത്ഥനകളും അവരുടെ കഠിനാധ്വാനവും ഒക്കെ എല്ലാ വൈദികരുടെയും പിറകിൽ ഒരു പിൻബലമാണ്. പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കളുടെ. അത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ യാത്രയിൽ, നാളിതുവരെയുള്ള യാത്രയിലെ ചില ഓർമ്മകൾ എന്ന് പറയുന്നത്. ബെൻസിഗർ ഹോമിന്റെ ഡയറക്ടറായിട്ട് പദവി ഏറ്റെടുത്തപ്പോൾ എന്തൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് അച്ഛന് തോന്നിയത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് തോന്നിയിരുന്നു?
ബെൻസീർ ഹോം ഏറ്റെടുത്തത് നമ്മുടെ കോവിഡ് പീക്ക് ടൈമിലാണ്. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ ജസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെട്ടു അത് എന്തിനെങ്കിലും സഹായിക്കാൻ. അന്നേരമാണ് ഇങ്ങനെ ഞാൻ പഠനം കഴിഞ്ഞ് ട്രിച്ചിയിൽ നിന്ന് പഠനം PhD എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് വരുന്ന സമയമാണ്. അപ്പൊ അന്നേരം അധികാരികൾ എന്നെ ചോദിച്ചു ഏറ്റെടുക്കാൻ പറ്റുമോ വെച്ചാൽ നമ്മൾ നോക്കും. പക്ഷെ ആ ദിവസങ്ങളിലൊന്നും നമുക്ക് ഇതിന്റെ ചാലഞ്ചസ് അന്ന് അത്ര മനസ്സിലായില്ല. നമ്മൾ നോക്കുമ്പോൾ ആംബുലൻസ് അതിന്റെ ചുറ്റുപാടുകൾ ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു ജിജ്ഞാസയുണ്ടല്ലോ. അതിൽ പറഞ്ഞാൽ കുഴപ്പമില്ല വെച്ചാൽ ഞാൻ നോക്കാം, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാവും. ആ ദിവസങ്ങളിലെ അനുഭവങ്ങളാണ് ഈ ബെൻസീർ ഹോമിന്റെ 4.5 വർഷത്തെ യാത്രയിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്ന ഈ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരൊന്നും ഇതിന്റെ ആ ഒരു ഭാരിച്ച സങ്കടങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ടെൻഷനെ കുറിച്ചൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ എനിക്ക് തോന്നുന്ന സന്യാസ സഭകളിൽ പോലും പലർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഫീൽഡിലുള്ളവർക്ക് അല്ല ഇപ്പൊ ആംബുലൻസ് ഓടിക്കുന്നവർക്കറിയാം എത്ര പേരെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അവർക്ക് കോവിഡ് വന്നിട്ടുണ്ടോ എന്നൊക്കെ. ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് 19, 20, 21 അന്നത്തിനാണ് സബ്സൈഡ് ചെയ്യുന്നത്. അതുവരെയുള്ള കുറെ ദിവസങ്ങൾ വളരെ മരണകരമായ ദിവസങ്ങൾ എന്ന് നമ്മൾ പറ്റില്ല. അത്രയും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നുപോയിട്ടുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാവരും കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. കാരണം ഞാൻ പലരെയും നമ്മുടെ ഇവിടെ വന്നിട്ട് കോവിഡ് പിടിച്ചു, ഇവിടെ വന്ന് മരിച്ചു, കോവിഡ് പിടിച്ച് മരിച്ചു. കോവിഡ് എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിന് ഇതും കൂടെ ഈ അസുഖം കൂടെ വരുമ്പോൾ ഭയങ്കര ഫീബിളാണ്, അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുന്നു. നമുക്ക് പുറത്തു പോകാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. കോവിഡ് പേഷ്യന്റ് ആണെങ്കിൽ RCCയിൽ എടുക്കില്ല. അവിടെ നമ്മൾ ഷീൽഡൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് ചെന്നാൽ പോലും ആ ഫ്രഷ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ചെല്ലുമ്പോൾ ഫ്രഷ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആളുകളുടെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഏറ്റവും ടെൻഷൻ. എന്ത് നമുക്ക് അവർക്ക് പറയാൻ പറ്റും? അവരോട് പ്രാർത്ഥിക്കാന്ന് പറയുന്നത് മാത്രം ആകുന്നില്ല, അവരുടെ കൂടെ നിൽക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പിന്നെ കുടുംബക്കാർക്ക് വരത്തില്ല. ഒരു ബൈസ്റ്റാൻഡറിന് വന്ന് നിൽക്കാൻ പേടിയാണ്. കാരണം എന്ത് സംഭവിക്കുന്നത്? കാരണം അതുപോലെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അതിനൊരു ആംബിയൻസ് ഉണ്ടായിരുന്നില്ല, ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നു നമ്മളെല്ലാം പേടിപ്പിക്കുന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ആ ദിവസങ്ങളിലെ അനുഭവങ്ങൾ വളരെ വളരെ നമ്മുടെ മനസ്സിൽ നിന്ന് ഓർത്തിരിക്കുന്ന അനുഭവങ്ങളാണ്. എനിക്ക് തന്നെ ഒരു 4 പ്രാവശ്യം എനിക്ക് തോന്നുന്നത് 4 പ്രാവശ്യത്തോളം നമ്മൾ അറിഞ്ഞു വന്നിട്ടുണ്ട്. അല്ലാതെ ക്ഷീണം വരുമ്പോൾ പിന്നെ നോക്കാറില്ല, കാരണം ഈ പേഷ്യന്റിനെ കൊണ്ട് പോവല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പല മരിച്ച ബോഡികൾ അന്ന് ആരുമില്ല, ആംബുലൻസും വരില്ല. നമ്മളിപ്പോ സമയത്ത് അച്ഛൻ തന്നെ ആയിരുന്നില്ലേ ആംബുലൻസ് ഓടിച്ചിരുന്നത്? കേരളത്തിന്റെ പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ വരെ ആംബുലൻസ് ആയി എത്തിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അച്ഛൻ ഫേസ് ചെയ്ത ചാലഞ്ച് എന്തായിരുന്നു? ശരിക്കും നമ്മൾ ആ ദിവസങ്ങളിൽ ഇപ്പൊ ഇന്ന് കാണുന്ന പോലെയുള്ള ആംബുലൻസ് ഓടിക്കലല്ല. അപ്പൊ നമുക്ക് എല്ലാവരും സപ്പോർട്ടാണ്, സമൂഹം മുഴുവൻ സപ്പോർട്ട്. അന്ന് ആംബുലൻസ് കാണുന്ന ആളുകൾക്ക് ഭയം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ചായക്കട കണ്ടിട്ട് ആംബുലൻസ് നിർത്തി ചായ കുടിക്കാം എന്ന് ചോദിച്ചു, ചായ തന്നില്ല. കോവിഡ് പേഷ്യന്റിനെ കൊണ്ട് പോയിട്ട് വരുന്നതെന്ന് വിചാരിച്ച് ചായ പോലും തരാതെ. പിന്നെ എവിടെയെങ്കിലും ആംബുലൻസ് നിർത്തിയിട്ടാ പറയും, എന്താ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്? ആൾക്കാർ അന്നേരം തന്നെ കതക് തുറന്നിറങ്ങി വരും, എന്താ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്? അപ്പൊ നമുക്കൊരു വലിയ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും, കാരണം റോഡ് ഫ്രീ ആണ്, നമുക്ക് സമയത്ത് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരുമില്ല. ഈ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ, മരിക്കാറായ പേഷ്യന്റ് വീട്ടിൽ ചെല്ലുമ്പോൾ ആരുമില്ല. പെർമിഷൻ ഉണ്ടായിരുന്നു, ഇന്റർ ഡിസ്ട്രിക്ട്സ് നമുക്ക് പോകുന്നതിനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്. അച്ഛന്മാർ പറയുന്നു, അച്ഛാ ഹെൽത്ത് ശ്രദ്ധിക്കണ അച്ഛാ. അപ്പൊ പല പ്രാവശ്യം വന്നപ്പം ഇനി അച്ഛാ കണ്ടിന്യൂ ചെയ്യേണ്ട, ആംബുലൻസ് സർവീസൊക്കെ നിർത്ത്, അത് ചെയ്യേണ്ടവർ ചെയ്യട്ടെ നമുക്ക്. പക്ഷെ നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യന്റിനെ നമുക്കല്ല ഇവിടെ വെറി ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആ കാലഘട്ടങ്ങളില്. അപ്പോൾ ഇവിടെ വന്നവരും പോകാൻ പറ്റില്ല, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം യാത്രയില്ലല്ലോ, ട്രാവലിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഒരു 70 പേരോളമൊക്കെ ഉള്ള ദിവസങ്ങളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് അരി പോലും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട്. ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ, പിന്നെ അതുപോലെ തന്നെ കോർപ്പറേഷനിൽ നിന്നൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആ ദിവസങ്ങളൊക്കെ നമുക്ക് ധീരമായിട്ട് പിന്നിട്ട് പോകാനായിട്ട് സാധിച്ചത്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞ ഏറ്റവും നിമിഷം എന്ന് പറയുന്നത്, അച്ഛാ ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കാത്തലിക് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നമ്മളോട് പറയുന്നത്, നാനാജാതി മതസ്ഥരിലായിട്ടുള്ളവർ നമ്മളോട് അവർ പോകുന്ന 1 വർഷത്തെ അല്ലെ 6 മാസത്തെ 3 മാസത്തെ അവരുടെ സർവീസ് കഴിഞ്ഞിട്ട് അല്ലെ അവരിവിടെ നിന്നിട്ട് പോകുമ്പോൾ അച്ഛാ ഒത്തിരി നന്ദിയുണ്ട് എന്ന് നമ്മളോട് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. നമുക്കത് ചെയ്യാൻ പറ്റുക, അത് ആ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല, മറിച്ച് ആ ഒരു സർവീസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമല്ലേ.
ഒരു ക്രിട്ടിക്കലായ പേഷ്യൻറ്റിനെയും കൊണ്ട് 3-4 മിനിറ്റിൽ വഴുതക്കാടുന്ന മെഡിക്കൽ കോളേജ് വരെ ആംബുലൻസ് ഓടിച്ച് എത്തിച്ചെന്ന് ഞങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. സോ ആ സമയത്ത് ഈ റോഡിലൂടെ ഇത്രയും വേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ മാനസികമായിട്ട് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് നേരിടുന്നതും? പിന്നെ ഈ ആംബുലൻസ് കൊണ്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഷർട്ടൊക്കെ കണ്ടറിയാം, നമ്മൾ ശരിക്കും വേർക്കും. കാരണം മറ്റൊന്നല്ല, നമുക്കിതിനകത്ത് അവിടെ എത്തിക്കാനുള്ള സമയമൊന്നുമല്ല ഇതിനകത്ത്. ഈ പേഷ്യൻ്റ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു കൺസേൺ ആണ്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് വഴികളും. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ആംബുലൻസ് ഒക്കെ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് അതിനോട് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം അതിൻ്റെ മുൻപിലൊന്നും ഒരു കാരണവശാലും ഒരു സെക്കൻഡ് പോലും നമ്മൾ സമയം കളയരുത്. നമ്മുടെ വാഹനം വെച്ചോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലോ നടന്നാണെങ്കിൽ പോലും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ആംബുലൻസ് നമ്മുടെ കേരളത്തിൽ ഓടിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. എന്ന് പറഞ്ഞാൽ അവർ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. കിട്ടുന്ന സാലറി മാത്രമല്ല, ഇതിനകത്തൊക്കെ ഓരോ ജീവിതമോ. കൃത്യസമയത്ത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ, കൃത്യസമയത്ത് ഓപ്പറേഷൻ നടന്നാൽ, കൃത്യസമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നാൽ ആള് വീണ്ടും ജീവനിലേക്ക് തിരിച്ചു വരും. ഇറ്റ്സ് റിയലി ഡിവൈൻ അല്ലേ? ഭയങ്കര ദൈവികമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ മാക്സിമം സമൂഹത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാ തരത്തിലും. അപ്പോൾ വഴിയൊക്കെ ഒരുക്കി പലരും വരുന്നതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിലെ വഴികളൊക്കെ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വഴി നല്ലതാണെങ്കിലും യാത്ര ചെയ്യാൻ സ്പീഡിൽ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റാവുന്ന സാഹചര്യങ്ങളൊന്നും അല്ല കൂടുതലും. അപ്പോൾ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ പോലും ട്രാഫിക്കിന്റെ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ. ഇവിടുന്ന് ഒരിക്കലും ഒരു സംഭവം, ഒരു കൊച്ചു കുഞ്ഞ് അത് നെക്സ്റ്റ് ഡേ അതിന്റെ ഓപ്പറേഷനുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ്. അന്ന് വൈകുന്നേരം ആയപ്പോൾ രാത്രിയിൽ കൊളാപ്സായി. അപ്പം പെട്ടെന്ന് സഹായിക്കണം പറഞ്ഞു. നമ്മൾ ഈ ബൈസ്റ്റാൻഡറിന് പോലും അവരെ പോലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കൊളാപ്സ്, അവരും ആകെപ്പാടെ അങ്ങ് വല്ലാതാവും. അവൻ പെട്ടെന്ന് എടുത്ത് ആംബുലൻസിലെടുത്ത് ഇവിടുന്ന് അവിടെ കൊണ്ടുവന്നു. അന്നേരം കൃത്യം ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഇരുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി. ഇനി ജീവിച്ച് പൾസ് പോലും ഡൗൺ ആയിപ്പോയി താന്നു പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഈ ആംബുലൻസ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ആംബുലൻസിന്റെ ഒച്ച കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പണ്ട് ഞാൻ പഠിച്ച ഒരു കാര്യം ഓർക്കുക. ആംബുലൻസ് ഇങ്ങനെ ഒച്ച ഓടി പോകുമ്പോൾ എല്ലാവരും ഒരു തേങ്ങലോട് കൂടി ഒരു നമ്മുടെ ആ ബ്രീത്തിന് ഒരു പോസ് ചെയ്തിട്ട് ഒരു ഭയം. ആ ഭയം എന്തുകൊണ്ടുണ്ടാകുന്നു? ഈസ് ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു മൈ ഫാമിലി ഓർ ഫ്രം മൈ നേറ്റീവ് പ്ലേസ്? ഇതൊക്കെ നമുക്കുള്ളിൽ ഒരു തോന്നല. അപ്പൊ അതുകൊണ്ടാണ് ആംബുലൻസ് പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് പലരും പറയുന്നത്, ആംബുലൻസിന്റെ അത് ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും, ഏത് ലൊക്കാലിറ്റി ആണെന്ന് നോക്കും, അല്ലെങ്കിൽ നമുക്കെങ്കിലും പരിചയമുള്ള ഏതെങ്കിലും ആംബുലൻസ് ആണോ. ആ ജിജ്ഞാസയുടെ കാരണം എന്താണ്? ഇതിനകത്തുള്ള ആരെങ്കിലും എൻ്റെ സ്വന്തപ്പെട്ടവരാണോ എന്ന്. നമ്മുടെ സ്വന്തപ്പെട്ടവരാ. ഈ എല്ലാ ആംബുലൻസിലും ഇങ്ങനെ ഒച്ച വെച്ച് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, എവരി വൺ ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു മീ, ഇറ്റ് ക്യാൻ ബി സംടൈംസ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് വഴിയൊരുക്കി കൊടുക്കണം. അപ്പൊ അതൊരു സുഖമായിട്ട് ആ കാര്യങ്ങൾ നടക്കട്ടെ. അതൊരു ജീവനാണ്. അപ്പൊ അത് എല്ലാവർക്കും അറിവുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തടസ്സപ്പെടുത്തുന്നത്. എനിക്കിതുവരെ അങ്ങനെ പേഴ്സണൽ ഉണ്ടായിട്ടില്ല. വളരെ കോപ്പറേറ്റീവ്. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ പോലും, നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ പോലും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന കേസ് നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അന്നേരം തന്നെ നമുക്ക് അടുത്ത വഴിയിൽ പോലീസുകാരാണേലും നമ്മുടെ സൊസൈറ്റിയിലുള്ളവരാണേലും വഴി നമുക്ക് ഒരുക്കി തരച്ചു, ഇതിലെ പോകുമെന്നും പറഞ്ഞ് കാണിച്ചു തരും. അപ്പൊ അങ്ങനെ ആംബുലൻസ് ഓടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസം പിടിച്ച കാര്യമൊന്നുമല്ല. മറ്റ് ചെറിയ വണ്ടികൾ ഓടിക്കുന്നതിനേക്കാളും ഇച്ചിരിയോടെ നമുക്ക് ബസ്സൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ നമുക്കെല്ലാം കണ്ടുപോകാനായിട്ട് പറ്റും. ഡ്രൈവിങ് എല്ലാവരും എക്സ്പേർട്ട് അല്ല റോഡിലുള്ളവർ. ചിലര് നമ്മൾ ഓണടിച്ചാൽ ചിലപ്പോൾ മാറാൻ സമയം എടുക്കും. അവിടെയൊക്കെ നമ്മളവരെ ഓണടിച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇച്ചിരിയോടെ അതിനകത്ത് ആത്മസമീപനം പാലിച്ച് വണ്ടി ഓടിച്ച് മുന്നോട്ട് കൊടുക്കുക. പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്ക് ഈ ജനിമൃതികളെ ഒന്നും നിശ്ചയിക്കാൻ ദൈവം നമുക്ക് ഒരു റൈറ്റും തന്നിട്ടില്ല, അല്ലെ? ജനനവും മരണവും ഒന്നും നമ്മുടെ സ്വന്തമല്ല. അതെല്ലാം ദൈവത്തിന്റെയാണ്. ഹി ഡിസൈഡ്സ്. അവ വിട്ടുകൊടുക്കും. അത് നമുക്ക് ആരുടെയും ജീവിതം ഇവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റുകയില്ല. അപ്പൊ ഇതൊക്കെ ഈ ആംബുലൻസ് ഓടിക്കാനൊക്കെ തുടങ്ങിയാൽ ഇവിടെ വന്നതിന് അപ്പുറത്ത് കിട്ടിയ ഒരു വലിയ അനുഭവമാണ്. എല്ലാവർക്കും ഉണ്ട്. നമ്മളെ കാണുന്നവരെ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നത് ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു 20-ൽ കൂടുതൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ സന്യാസ സഭകൾ നടത്തുന്നത്, മറ്റ് റിലീജിയൻ ഉള്ളവർ നടത്തുന്നത്, പ്രൈവറ്റ് ആയിട്ടുള്ള ചില സംഘടനകൾ, അസോസിയേഷൻസ് ഒക്കെ നടത്തുന്ന ഒത്തിരി. ഇവിടെയൊക്കെ ഇതെല്ലാം ആളുകൾക്ക് സർവീസ് ചെയ്യല്ലേ.
ഇങ്ങനെ ആംബുലൻസ് ഓടിക്കുന്നവരും ഒക്കെ ഉണ്ട്. നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ജോസഫ് അച്ഛനെ നിങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളായിട്ടുള്ളൂ. ലോകത്തിൽ എത്രയോ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അവരെല്ലാം നമ്മൾ ഈ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് കണ്ടാൽ മതി. ഇന്നിപ്പോ ജോസഫ് അച്ഛനെ ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ മുൻപിൽ, നാളെ വേറെ അച്ഛൻ വരും. അപ്പോൾ ഇതിങ്ങനത്തെ ശുശ്രൂഷകൾ അറിയട്ടെ. ഞാൻ ഒരു ഇങ്ങനെ ഇന്റർവ്യൂയോ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ പോകുമ്പോൾ അതിന് യേസ് പറയുന്നതിന് കാരണം ഞങ്ങൾ സാധാരണ അങ്ങനെ മീഡിയയിൽ അപ്പിയർ ചെയ്യാറില്ല. പക്ഷെ ഇത് ഈ സെന്ററിനോട് ചേർന്ന് ഇത് ഒരാൾ കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറെ നാട്ടുകാർ അറിഞ്ഞു കഴിയുമ്പോൾ, ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഒരു വലിയ സഹായമാവും. അതാണ് ഇതിനകത്ത് പ്രൈം. അല്ലാതെ ഇതിപ്പോ ജോസഫ് അച്ഛനോ അല്ലെ OCD സഭയെ അതിനൊക്കെ അപ്പുറത്ത് ഈ സെന്ററിൽ എല്ലാവരും അറിഞ്ഞ് അപ്പൊ ഇതിനകത്ത് കൂടുതൽ ആളുകൾ വരാനും, ഇപ്പൊ ഇവിടെ ഒരു റൂം ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നതിൽ ഒരു കാര്യമില്ല. അതിൽ ആൾക്കാർ വന്ന് വരട്ടെ. അപ്പൊ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ. ഈ ബെൻസിഗർ ഹോം ഇത്ര മനോഹരമായി നടത്തിക്കൊണ്ട് പോവാൻ അച്ഛന് സഭയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ എത്രമാത്രമാണ്? ഞാൻ പറഞ്ഞില്ലേ, സഭയുടെയാണ്. ഇപ്പോൾ നമ്മളെ ഒരു ഇൻസ്ട്രുമെന്റലായിട്ട് ഒരു ടൈം ബൗണ്ട് ആയിട്ട് നമ്മളെ വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ നിയമിച്ചിരിക്കുന്നതേ ഉള്ളൂ. നാളെ വേറെ ഒരാൾ. അതുകൊണ്ട് ഇത് സഭയുടെ ഒരു പ്രൈം കൺസേൺ ആണ്. ഞങ്ങളുടെ ചാരിറ്റി ഞങ്ങൾ ചെയ്യുന്നത് RIS എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ എയ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി വഴിയായിട്ടാണ്. അപ്പൊ അതിന്റെ ഭാവം കൂടിയാണ്. അതിന് രജിസ്റ്റർ ചെയ്ത സ്ഥലത്താണ് ഇപ്പൊ ഈ ബെൻസിഗർ ഹോം ഇരിക്കുന്നത്. അപ്പൊ സഭയുടെ ഒരു കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു 3 to 4% മുടക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ഥലം മേടിച്ചതും ഇതിനകത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 15 crores വരും. Can you ever imagine? For an individual, it is not possible. ഒരു കളക്റ്റീവായിട്ട് ഒരു സഭയെ സംബന്ധിച്ച് അതിനകത്ത് നിന്ന് 1 രൂപ പോലും തിരിച്ച് സഭ ആവശ്യപ്പെടുന്നുമില്ല, തിരിച്ചെടുക്കാനുമില്ല. ഇത് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ സൊസൈറ്റിയുടെ എൻറിച്ച്മെന്റിന് അല്ല അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സഭ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടുത്തെ ഇതിന്റെ നടത്തിപ്പിൽ പൂർണ്ണ സപ്പോർട്ടാണ്. ഞാൻ പലതവണ ഇവിടുത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികൾ കൂടാതെ പല മതത്തിലുള്ളവരും ഇവിടെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് അച്ഛൻ എന്താ തോന്നുന്നത്? ഈ ബെൻസിഗർ ഹോം ശരിക്കും എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് സഭയെ സംബന്ധിച്ചുള്ള നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ അസുഖം ആർക്കെങ്കിലും ഒരു ഗ്രൂപ്പിന് വരുന്നതല്ല. ഇത് മതത്തിനൊക്കെ മേളിൽ എല്ലാ മനുഷ്യർക്കും വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം, എല്ലാവർക്കും നല്ല സൗകര്യങ്ങൾ കൊടുക്കണം, അത് എല്ലാവർക്കും ഒരു വലിയ അനുഭവമായിരിക്കണം എന്നതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു സഭയിലെ അധികാരികളുടെ. അന്ന് ഇതിന്റെ ഇന്റൻഷനിൽ തുടങ്ങിയപ്പോഴുള്ള ഇന്റൻഷൻ. നാളെ ഇതുവരെ എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു അനുഭവം. അപ്പോൾ പറഞ്ഞതുപോലെ പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു. നമ്മൾ ഇവരോട് ആരോടും പറയാറില്ല പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറയാറില്ല. നമ്മൾ സാധാരണ ഉള്ള പോലെ ഇവിടെ ആരാധനയുണ്ട്, ജപമാലയുണ്ട്, കുർബാനയുണ്ട്, ഇതിന് വന്നു പോകുന്നവരുണ്ട്. നമ്മൾ അവരെ ആരോടും പ്രത്യേകം പറയാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള മക്കൾ വരുമ്പോൾ നമ്മളിവിടെ പാവ മേടിച്ചു വെച്ചിട്ടുണ്ട്, അവർക്ക് നിസ്കരിക്കാം. അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ളവർ വരുമ്പോൾ അവർക്ക് അവരുടെ പ്രാർത്ഥനകൾ നടത്താം. നമ്മുടെ റൂമിൽ നമുക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സത്താപരമായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരൊന്നും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ അസുഖം നമ്മൾ ദൈവത്തോട് തമ്പുരാനോട് ഏറ്റവും അടുക്കുന്ന ഒരു അവസരം കൂടെ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ല പിടിക്കാൻ. അച്ഛാ പ്രാർത്ഥിക്കണമെന്ന് ഒരു ഹിന്ദുവോ മുസ്ലിമോ അത് മറ്റ് മതസ്ഥർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഒബ്ലൈജ്ഡ് ആവുകയാണ്. അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് വേറെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാനോ അല്ല ഇപ്പം മെഡിക്കേഷൻ എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് റെഡി ആവുന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ട് ഈ ബെൻസിഗർ ഹോമുമായിട്ട് ബന്ധപ്പെടുത്തി തോന്നിയത്, എല്ലാവർക്കും ഉള്ളൊരു പ്ലാറ്റ്ഫോമില് എല്ലാവരോടും നമുക്ക് സംസാരിക്കാം. നമ്മളെ കേൾക്കുന്നവർ വേറെ എവിടെയാണ്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നവരാരാണ്? ആരുമില്ല. എല്ലാവരും ഓട്ടത്തിലാണ്. ഇന്നത്തെ ധൃതി പിടിച്ച ലോകത്തിൽ എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പോ അവര് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ട്. അതിൽ നമുക്ക് എല്ലാവരും സെർവ് ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ മാനവീയതയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസാക്ഷിയെ മൊത്തത്തിലെടുക്കുമ്പോൾ ഇതൊരു വലിയ ഒരു നല്ല സ്ഥലമാണ്, വലിയൊരു അനുഗ്രഹമാണ്. തിരുവനന്തപുരത്ത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. തിരുവനന്തപുരത്ത് ഒരു 20 കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഇത്തരത്തില് നാനാജാതി മതസ്ഥർ വരുന്നവരാണ്.
അപ്പം അവിടെയൊക്കെ അവരനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. അപ്പം നമുക്കൊരു മനുഷ്യന് കർത്താവ് പറഞ്ഞതുപോലെ ഇരികൈ അറിയാതെ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ പറയും, ഇത് വലിയ ദൈവികതയാണ്. കാരണം ഒരു കുടുംബത്തിനോ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് അപ്പുറത്ത് അയൽവക്കംകാരെയോ കുടുംബ ബന്ധങ്ങളെ പോലും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു വരും. ഫിനാൻഷ്യലായിട്ടോ നമ്മുടെ ഫിസിക്കലായിട്ടോ നമുക്ക് ആരെയും അസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോവുകയാണ്. സ്നേഹബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന കാലഘട്ടം. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവരോടൊക്കെ ഐ ആം ഹിയർ ഫോർ യു, ടു ലവ് യു, ടു ടേക്ക് കെയർ ഓഫ് യു ഇൻ ദ നെയിം ഓഫ് മൈ ഗാഡ് എന്ന് നമ്മൾ പറയുന്നതും അവരെ അത്തരത്തിൽ അവർക്ക് ആ അനുഭവം ഉണ്ടാക്കി കൊടുക്കണം. ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട്. ഇത്ര ഈസിയൊന്നുമല്ല. നല്ല എഫേർട്ട് നമ്മൾ എടുക്കണം. സമചിത്തത വേണം. വളരെ ശാന്തത നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ഇവരോടൊക്കെയുള്ള പെരുമാറ്റം എല്ലാവരും അവരുടേതായ സെന്റിമെന്റ്സാണ്. നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഈ സെന്ററിൽ ബെൻസീർ ഹോം ഇവിടെ കുറെ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കാർക്കശ്യമായിട്ട് തോന്നും. ആ കൂടെ ഞാനും ഈ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഈ ബ്രൗൺ ഉടുപ്പൊക്കെ ഇട്ട് അല്പ കാർക്കശ്യത്തോടു കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതൊക്കെ പാലിക്കും. പക്ഷെ അവരോർക്കണം, അവരുടെ 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 ആ സെന്റിമെന്റ്സ്, അവർ കടന്നു പോകുന്ന അവരുടെ കൂടപ്പിറപ്പുകളുടെ വേദനകളുടെ അവസാന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ നമ്മളാണ് അവിടെ സമചിത്തതയോടുകൂടി അല്പം കൂടി ശാന്തതയോടുകൂടി ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിലും, നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നടന്നില്ലെങ്കിലും നമ്മളവിടെ ഹോട്ട് ടെമ്പേർഡ് ആയിട്ടോ അരിശപ്പെട്ടിട്ടോ ഒന്നുമല്ല. അല്പം കൂടെ സമചിത്തതയോടുകൂടി അല്പം കൂടി ശാന്തതയോടുകൂടി ഈ കാര്യങ്ങളെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് ഇവർക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഇവരത് ഒരു അനുഭവമായിട്ട് പറയും. ഇവിടുന്ന് വന്നു പോയ പലരും പറയുന്ന ഒരു കാര്യം, അച്ഛാ നല്ലൊരു പ്ലേസ് ആണ് അച്ഛാ, വീട്ടിലുള്ള പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. എല്ലാവരും അങ്ങനെ, ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ അനുഭവങ്ങളെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ സമർപ്പണ ജീവിതത്തിലുള്ള എല്ലാവരോടും പറയുന്നത്, നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാൻഷൻസ് നമുക്ക് പണിതിടാം. പക്ഷേ അതിലൊന്നും കാര്യമില്ല. നമുക്ക് നല്ല അക്കോമഡേഷൻസ് കൊടുക്കാം. അതിനൊക്കെ അപ്പുറത്ത് ഈ ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പില്ലേ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. സമചിത്തതയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ അത് ജനങ്ങൾക്ക് അനുഭവമാകും. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന പേഷ്യൻസിന് അത് അനുഭവമായിട്ട് മാറും. അവർക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വരും. എത്രയോ പേര് ഇവിടുന്ന് ക്യൂറായി പോയിട്ടുണ്ട്. അവരവരുടെ അനുഭവങ്ങൾ പറയുന്ന വെച്ചാൽ ഒരു വലിയ വലിയ ദൈവാനുഭവമുള്ള സ്ഥലമാണ്. അതൊരു അക്രൈസ്തവർ പറയുമ്പോൾ സംതിങ് ഗ്രേറ്റ്. അത് വലിയ വലിയ സന്തോഷമാണ് നമുക്ക് അവരെ സെർവ് ചെയ്യാൻ പറ്റുന്നത്. കോവിഡ് ഉള്ള സമയത്ത് ഈ കൊച്ചിന്റെ വീട്ടിലെ അവസ്ഥ ഭയങ്കര ഇതാണ്. ബ്രെഡ് വിന്നറാണ് ഈ കൊച്ച്. ആ വീട്ടിലത്തെ ബ്രെഡ് വിന്നറാണ്. അപ്പനും അമ്മയ്ക്കും വയ്യ. ഒരു പെങ്ങളൊരാൾക്ക് മെന്റലി ചലഞ്ചഡ് ആണ്. വേറൊരു പെങ്ങളെ ഡിവോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ മക്കളുമായിട്ട് വന്ന് നിൽക്കുന്നു. ഇതാണ് അവരുടെ ഒരു കുടുംബത്തിന്റെ സാഹചര്യം. അപ്പൊ അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, പക്ഷെ ഐ കനോട്ട് ഡൈ, ഞാൻ മരിക്കില്ല എന്ന്. കാരണം നമുക്ക് അവന്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അറിയാം. തോരാത്ത കണ്ണീർ തുടച്ചു, തോളിൽ നീ എന്നെ വഹിച്ചു, സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായൊരുക്കി, നീ എന്നെ അനുഗ്രഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായൊരുക്കി, നീ എന്നെ അനുഗ്രഹിച്ചു.